പ്രൈസ് ദി ലോർഡ്. കണ്ണുനീരിനോടെ വിതച്ചാൽ ആർപ്പോടെ കൊയ്യും. എല്ലാവർക്കും നല്ലൊരു പ്രഭാത വന്ദനം ഞാൻ അറിയിക്കുകയാണ്. ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ഈ ദൈവിക സന്ദേശത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഈ പ്രഭാതത്തിൽ ദൈവാത്മാവ് എന്നോട് നിങ്ങളോട് കൈമാറാൻ തന്നൊരു ദൂത്, നീ എൻ്റെ ജനത്തോട് പറ, കഷ്ടതയോടെ വിതച്ചവർ ആർപ്പോടെ കൊയ്യാൻ പോകുകയാണ്. അതേ പ്രിയരെ, ഇന്നലകളിൽ കണ്ണുനീരോടെ കിടന്നുറങ്ങിയവർ ഇന്ന് പ്രഭാതത്തിൽ എൻ്റെ ജീവിതം എന്താകുമെന്നും ഈ പ്രഭാതം ഞാൻ എങ്ങനെ തള്ളി നീക്കുമെന്നും ആകുലതയോടെ ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ദൈവം പറയുക, ഇന്നലകളിൽ നീ കണ്ണുനീരോടെ വിതച്ചതിന് ആർപ്പോടെ ഒരു കൊയ്ത്ത് എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ശ്രേഷ്ഠമായ ചില പദ്ധതികളിലേക്ക് ദൈവം നിന്നെ വഴിതിരിച്ചു വിടാൻ പോകുന്നുവെന്ന് ആത്മാവ് വ്യക്തമായി എന്നോട് കൈമാറാൻ നൽകുകയാണ്. പകൽക്കാലം അല്പസമയത്ത് ചിന്തയ്ക്കാധാരമായി ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു, ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി, യഹോവ അവനെ അനുഗ്രഹിച്ചു. അതേ പ്രിയരെ, വചനം പറയുന്നു, കണ്ണുനീരിൽ ഇസഹാക്ക് വിതച്ചു. അർത്ഥാൽ ക്ഷാമകാലത്ത് ഇസഹാക്ക് വിശ്വസ്തയോടെ വിതച്ചു. ഈ പ്രഭാതത്തിൽ ആത്മനിറവ് ഞാനിങ്ങനെ പറയട്ടെ, ജീവിതത്തിൻ്റെ ഏതൊക്കെ ക്ഷാമങ്ങൾക്കകത്ത്, ഏതൊക്കെ ഒറ്റപ്പെടലിനകത്ത്, ഏതൊക്കെ ഞെരുക്കങ്ങൾക്കകത്ത്, ആരുമില്ലാതെ ഇനി നാളെ എന്തെന്നോർത്ത് കരഞ്ഞ ഏതൊക്കെ ഇന്നലകൾക്കകത്ത് ഈ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം നീ തകരില്ല എന്ന വിശ്വാസത്തിലല്ലേ നീ ഇതുവരെ വന്നത്. അതേ പ്രിയരെ, വചനം പറയുന്നു, അബ്രഹാമിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതുപോലെ ക്ഷാമം അവൻ്റെ മകനായ ഇസഹാക്കിൻ്റെ കാലത്തും വെളിപ്പെടുകയാണ്. ശ്രദ്ധിക്കണമേ, ഒരു ജനറേഷനിൽ അല്ലെങ്കിൽ തൻ്റെ പിതാവിൻ്റെ കാലഘട്ടത്തിൽ വെളിപ്പെട്ട അതേ പ്രതിസന്ധി, അതേ കണ്ണുനീരിൻ്റെ അവസ്ഥകൾ മകൻ്റെ കാലഘട്ടത്തിൽ ശത്രു കൊണ്ടിടുകയാ. ഈ പ്രഭാതത്തിൽ ആരൊക്കെ ഈ ശബ്ദം കേൾക്കുമ്പോൾ പിതാക്കന്മാർ വഹിച്ച കുടുംബങ്ങൾക്കകത്ത് സംഭവിച്ച ഏതോ അനർത്ഥങ്ങൾ അതുപോലെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ മക്കളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വന്ന ആരൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട്. ആത്മാവ് ചില പാരമ്പര്യത്തിൻ്റെ നെഗറ്റീവുകളെ ആത്മാവ് ഈ പകൽക്കാലം ക്യാൻസൽ ചെയ്യുകയാണ് കേട്ടോ. വിശ്വസിക്ക്, നിന്റെ കൂടാരത്തിനകത്ത് ആരോ വഹിച്ച രോഗം വഹിക്കാൻ വിളിക്കപ്പെട്ടവനല്ല നീ. ആരോ വഹിച്ച ശാപത്തിന് അടിമയായി ജീവിച്ചു തീർക്കാൻ വിളിക്കപ്പെട്ടവനല്ല നീ. ഈ പകൽക്കാലം നീ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ഈ പകൽക്കാലം ചില പാരമ്പര്യ രോഗങ്ങളെ, പാരമ്പര്യ ശാപങ്ങളെ, പാരമ്പര്യ പാരമ്പര്യ ദാരിദ്ര്യങ്ങളെ, പാരമ്പര്യ ശാപങ്ങളെ ഞാൻ ആത്മാവിൽ ബ്രേക്ക് ചെയ്യുക. കണ്ടോ പ്രിയരെ, അബ്രഹാമിന്റെ കാലത്ത് വന്നതുപോലെ ഒരു കണ്ണുനീരിന്റെ അവസ്ഥ ഇസഹാക്കിന്റെ കാലത്തും വരികയാ. നിന്റെ അമ്മ എങ്ങനെ തകർന്നോ, നിന്റെ അമ്മ എങ്ങനെ അനാഥമായോ, അപ്പൻ എങ്ങനെ രോഗിയായോ, അതേ രോഗം, അതേ തകർച്ച വഹിക്കാൻ വിളിക്കപ്പെട്ടവനല്ല നീ. ഈ പകൽക്കാലം ദൈവാത്മാവ് ഈ പ്രഭാതത്തിന് അതിനെ ബ്രേക്ക് ചെയ്യുകയാണ് കേട്ടോ. ശ്രദ്ധിക്കണം, അബ്രഹാമിന്റെ കാലത്ത് വന്ന അതേ കണ്ണുനീരിന്റെ അവസ്ഥ. ക്ഷാമമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആനന്ദമല്ല കേട്ടോ. ദൂരെ നിന്ന് കണ്ടു നിൽക്കുന്നവർക്ക് പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ അനുഭവിക്കാത്തിടത്തോളം കാലം, കഷ്ടതയൊക്കെ അനുഭവിക്കാത്തിടത്തോളം കാലം അവർക്ക് പറഞ്ഞു നടക്കാൻ ഒരു കഥയാ. പക്ഷേ അത് അനുഭവിക്കുന്നവരെ അതിൻ്റെ ആഴമറിയത്തുള്ളൂ. ഈ പ്രഭാതത്തിൽ കഷ്ടത അനുഭവിക്കുന്ന നിനക്ക് അതിൻ്റെ ആഴമറിയത്തുള്ളൂ കേട്ടോ. ഈ കഷ്ടതയുടെ ആഴത്തിനകത്ത് അബ്രഹാം ചെയ്ത് കേൾക്കണം. അബ്രഹാം മിസ്രൈമിലേക്ക് ഓടിപ്പോകുകയാണ്.
ക്ഷാമത്തെ ഭയന്ന് കഷ്ടതയെ മറന്ന് മിസ്രൈമിലേക്ക് ഓടിപ്പോകുമ്പോൾ, പക്ഷെ എൻ്റെ മകനായ ഇസഹാക്കിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇസഹാക്ക് ഈ ക്ഷാമകാലം കണ്ടിട്ട്, ഈ ക്ഷാമം കണ്ടിട്ട് ഇസഹാക്ക് അപ്പൻ ചെയ്തതുപോലെ ഓടിപ്പോകുകയല്ല ചെയ്തേ, അപ്പൻ ചെയ്തതുപോലെ ഭീരുത്വം കാണിക്കുകയല്ല ചെയ്തേ. ഈ ക്ഷാമകാലത്ത് എൻ്റെ അപ്പൻ ഓടിപ്പോയതുപോലെ ഞാൻ ഓടിപ്പോകത്തില്ല. ഈ ക്ഷാമകാലത്തും ഞാൻ വിതയ്ക്കും. ഈ പ്രഭാതത്തിൽ ഇന്നലകളിൽ അങ്ങനെ ആരൊക്കെ തീരുമാനമെടുത്ത് വിതച്ച ആരൊക്കെ എന്നെ കേൾക്കുന്നുണ്ട്. ഈ കഷ്ടതയിൽ ഞാൻ എൻ്റെ ദൈവത്തെ മറന്നു പോകില്ല. ഈ ദുഃഖത്തിൽ ഞാൻ എൻ്റെ ദൈവത്തെ വിട്ടുപോകില്ല. ഈ പ്രതികൂലത്തിൻ്റെ നാളുകളിൽ ഞാൻ എൻ്റെ ദൈവത്തെ മറന്ന് ജീവിക്കത്തില്ല. ഇമ്മലകളിൽ തീരുമാനമെടുത്ത ആരൊക്കെ എന്നെ കേൾക്കുന്നുണ്ട്. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, 34-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിൻ്റെ മേലിരിക്കും. അതേ പ്രിയരെ, എത്ര പ്രതിസന്ധി വന്നിട്ടും, എത്ര കണ്ണുനീരിൻ്റെ താഴ്വരകൾ വന്നിട്ടും, മരണനിഴലിൻ്റെ താഴ്വരകൾ വന്നിട്ടും ഈ ദൈവത്തെ വിട്ടുപോകാത്ത ആരൊക്കെ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. ഈ ദൈവത്തെ മറന്നു പോകാത്ത ആരൊക്കെ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. എൻ്റെ ദൈവത്തെ ഞാൻ ഏതവസ്ഥയിലും ആരാധിക്കുമെന്ന്, ഉയർച്ചയാണേലും താഴ്ചയാണേലും ഏതവസ്ഥയിലും ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുമെന്ന് ആഗ്രഹവും തീരുമാനവും എടുത്ത് ഇന്നലകളിൽ ജീവിച്ച ആരൊക്കെ എന്നെ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. ഈ പ്രഭാതത്തിൽ ആത്മാവിൽ ഞാനൊരു ദൂത് കൈമാറാം. ഇന്നലകളിൽ ക്ഷാമത്തിൽ, കണ്ണുനീരിലോ, കണ്ണുനീരിന്റെ താഴ്ചകൾക്കകത്ത് ദൈവത്തെ മറക്കാതെ കണ്ണുനീരോടെ വിതച്ച വ്യക്തിയാണോ നീ? ഈ പ്രഭാതത്തിൽ ദൈവാത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. നിന്റെ ജീവിതത്തിനകത്ത് ചില കൊയ്ത്തിന്റെ സീസണുകളെ ആത്മാവ് തിരിക്കുകയാണ്. ഇന്നലകളിൽ കരഞ്ഞ, ഇന്നലകളിൽ ദൈവത്തെ മുറുകെ പിടിച്ച, കഷ്ടത വന്നിട്ടും, രോഗം വന്നിട്ടും, പട്ടിണി വന്നിട്ടും, ദാരിദ്ര്യം വന്നിട്ടും, കുടുംബ തകർച്ച വന്നിട്ടും, കുടുംബത്തിനകത്ത് പ്രതിസന്ധി വന്നിട്ടും, കുത്തുവാക്കുകളും അപമാനവാക്കുകളും നിന്റെ ജീവിതത്തിനകത്ത് മാറി മാറി ആഞ്ഞടിച്ചിട്ടും ദൈവത്തെ മറന്നു പോകാത്ത ആരൊക്കെ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. ഈ പ്രഭാതത്തിൽ ദൈവത്തിന് കൈമാറാൻ ഒരു ദൂതുണ്ട്. നിന്റെ തകർച്ചയുടെ സീസൺ കഴിഞ്ഞു. ദൈവം നിനക്ക് വേണ്ടി ചില കൊയ്ത്തിന്റെ കാലം ദൈവം ഒരുക്കുകയാണ്. ദൈവം കൊയ്ത്തിന്റെ കാലം ഒരുക്കുകയാണ്. എവിടെയാ ദൈവം കൊയ്ത്തിന്റെ കാലം ഒരുക്കിയത്? ദൈവം എവിടെയാ ഇസഹാക്കിന് വേണ്ടി കൊയ്ത്തൊരുക്കിയത്? എവിടെയാണോ ക്ഷാമം വെളിപ്പെട്ടത്, എവിടെയാണോ ഇസഹാക്ക് കരഞ്ഞത്, എവിടെയാണോ കണ്ണുനീരോടെ ഇസഹാക്ക് വിതച്ചത്, അവിടെ ദൈവം ഇസഹാക്കിനൊരു കൊയ്ത്തൊരുക്കിയെങ്കിൽ ഈ പ്രഭാതത്തിൽ ആത്മനിറവിൽ ഞാനൊരു ദൂത് കൈമാറാം. നീ എവിടെ കരഞ്ഞോ അവിടെ നീ കൊയ്യാൻ പോകുകയാണ്. ഈ പ്രഭാതത്തിൽ എവിടെ നീ നിന്ദിക്കപ്പെട്ടോ അവിടെ നീ കൊയ്യാൻ പോകുകയാണ്. എവിടെ നീ അപമാനിക്കപ്പെട്ടോ അവിടെ ദൈവം നിനക്ക് വേണ്ടി ഒരു കൊയ്ത്തൊരുക്കുകയാണ്. എവിടെ നീ ഒറ്റപ്പെട്ടോ അവിടെ ദൈവത്താമേൻ നിനക്ക് വേണ്ടി ഒരു ഹാർവസ്റ്റ് ഒരുക്കുകയാണ്. എവിടെ നീ തകർക്കപ്പെട്ടോ അവിടെ ദൈവം നിനക്ക് വേണ്ടി ഒരു ഹാർവസ്റ്റ് ഒരുക്കുക. വിശ്വസിക്കാമെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് പറ, ഞാൻ എവിടെ കരഞ്ഞോ അവിടെ ദൈവം എനിക്കൊരു കൊയ്ത്തൊരുക്കുന്നുണ്ട്. എവിടെ ഞാൻ നിന്ദിക്കപ്പെട്ടോ അവിടെ ദൈവം എനിക്കൊരു കൊയ്ത്തൊരുക്കുന്നുണ്ട്. ഏത് ദേശത്ത് നീ കരഞ്ഞോ, ഏത് ദേശത്ത് നീ ക്ഷാമം അനുഭവിച്ചോ, ഏത് ഓഫീസിൽ വെച്ച് നീ ക്ഷാമം അനുഭവിച്ചോ, ഏത് രാജ്യത്ത് വെച്ച് നീ ക്ഷാമം അനുഭവിച്ചോ, ഏത് രാജ്യത്ത് നീ കരഞ്ഞോ, ഏത് നാട്ടിൽ നീ കരഞ്ഞോ, ഏത് വീട്ടിനകത്തിരുന്ന് കരഞ്ഞോ, അതേ വീട്ടിനകത്ത്, അതേ രാജ്യത്ത്, അതേ സ്ഥലത്ത് വെച്ച് എൻ്റെ ദൈവം നിന്നെ മാനിക്കുന്ന സീസണുകൾ വെളിപ്പെടുത്താൻ പോകുക. എൻ്റെ ദൈവം നിനക്ക് വേണ്ടി കരുതാൻ പോകുക. അസാധാരണമായ ഒരു ദൈവ സാന്നിധ്യം ഈ പ്രഭാതത്തിൽ ഞാൻ അനുഭവിക്കുന്നുണ്ട് കേട്ടോ. വിശ്വസിക്ക്, ദൈവം നിന്റെ സീസണുകളെ ദൈവം തിരിക്കുകയാണ്. ഇസഹാക്ക് വിതച്ചത് ക്ഷാമകാലത്ത്, ഇസഹാക്ക് വിതച്ചത് ക്ഷാമം കൊടികുത്തി വാടുന്ന നാട്ടിൽ. അവൻ നാട് വിട്ടുപോയില്ല, അപ്പൻ പോയതുപോലെ. ദൈവപ്രവർത്തിയെ ചെറുതായി കണ്ടില്ല. ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയില്ലെന്ന് അവിശ്വാസത്തിൻ്റെ ഹൃദയം വന്നവൻ നാട് വിട്ടുപോയില്ല. കണ്ണുനീരിൻ്റെ താഴ്ചയിലും അവൻ ഉറച്ച് നിൽക്കുക. ഉറച്ച്, എൻ്റെ ദൈവം ഇന്നല്ലെങ്കിൽ നാളെ ഈ ക്ഷാമത്തിലും ദൈവം പ്രവർത്തിക്കും. അങ്ങനെ പറയുന്ന ആരൊക്കെ എന്നെ കേൾക്കുന്നില്ലേ? ഈ ദൈവം പറയുക, ഈ പ്രഭാതത്തിൽ, ഈ പകൽ 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് ചില കൊയ്ത്തിൻ്റെ സീസണുകൾ ഞാൻ നിനക്ക് വേണ്ടി വെളിപ്പെടുത്തും.
അർഹതയില്ലാത്ത നന്മകൾ നിന്റെ കൂടാരത്തെ തേടിയെത്തും. അർഹതയില്ലാത്ത ദൈവമകത്വം നിന്നെ കേടിയെത്താൻ പോവുക. അർഹതയില്ലാത്ത വ്യക്തികൾ നിന്നെ വിളിക്കാൻ പോവുക. അർഹതയില്ലാത്ത ജോലിയുടെ മേഖല ദൈവം തുറന്നു തരാൻ പോവുക. അർഹതയില്ലാത്ത രാജ്യങ്ങൾ നിനക്ക് വേണ്ടി തുറക്കാൻ പോവുക. അർഹതയില്ലാത്ത ശുശ്രൂഷയുടെ പടവിലേക്ക് ദൈവദാസന്മാരെ ദൈവം നമ്മെ കയറ്റി നിർത്താൻ പോവുക. ഈ പ്രഭാതത്തിൽ എവിടെ ഇരുന്ന് ഈ ശബ്ദം കേൾക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു ആത്മനിറവിൽ ഞാൻ ഒരു ദൂത് കൈമാറാം. നിന്റെ കണ്ണുനീരിൻ്റെ കാലം കഴിഞ്ഞു. ഇനി കൊയ്ത്തിൻ്റെ സീസൺ വെളിപ്പെടുന്നു. ഈ പ്രഭാതം നീ ചിലത് കൊയ്യും. അത് നാളെയല്ല, ഇന്ന് 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ്, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നീ കൊയ്യും. നിന്റെ തലമുറ അത് കാണും. നിന്റെ കുടുംബം അത് കാണും. വിശ്വസിക്കാൻ കഴിയുമോ? കണ്ണുനീരിൻ്റെ താഴ്ചയിൽ, കണ്ണുനീരിൻ്റെ താഴ്വരയ്ക്കകത്ത്, കണ്ണുനീരിൻ്റെ വേളകൾക്കകത്ത്, ക്ഷാമകാലത്ത് നീ വിതച്ചതിന് ഈ പ്രഭാതത്തിൽ നീ കൊയ്യാൻ പോവുക. അതേ വചനം പറയുന്നു, ഇസഹാക്ക് ക്ഷാമകാലത്ത് വിതച്ചു. ഇസഹാക്ക് ക്ഷാമകാലത്ത് വിതച്ചു. എങ്ങനെയാ കൊയ്തത്? 30 ആണോ 60 ആണോ? അല്ല, വചനം പറയുന്നു 100 മേനി അവൻ കൊയ്തു. ഈ പ്രഭാതത്തിൽ ദൈവാത്മാവ് അങ്ങനെ എന്നെ എഴുതി കാണിക്കുക. 100 മേനി, 100% ദൈവത്തിൻ്റെ വലിയ കൊയ്ത്ത്. നീ പ്രാർത്ഥിച്ച വിഷയത്തിന് 30% മറുപടിയല്ല, 60% മറുപടിയല്ല, 100% നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടും. നിന്റെ സഭയ്ക്കകത്ത് വെളിപ്പെടും. നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് വെളിപ്പെടും. ജീവിക്കുന്നൊരു ദൈവമുണ്ടെന്ന് നിന്നിലൂടെ ദൈവം തെളിയിക്കും. ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്നിലൂടെ ദൈവം തെളിയിക്കും. അസാധാരണമായ നീതിയിലേക്ക് ദൈവം നിന്നെ വഴിതിരിച്ചു. വചനം ഇങ്ങനെ പറയുന്നു, 100 മേനി ഇസഹാക്ക് കൊയ്തു. അടുത്ത പദമാണ് എന്നെ ചിന്തിപ്പിച്ചത്. യഹോവ അവനെ അനുഗ്രഹിച്ചു. ആരനുഗ്രഹിച്ചു? യഹോവ അവനെ അനുഗ്രഹിച്ചു. ഈ പകൽക്കാലം കണ്ണുനീരിൽ നീ പിടിച്ചു നിൽക്കാൻ കാരണം, 100 മേനി നീ കൊയ്യാൻ കാരണം ദൈവം നിന്നെ അനുഗ്രഹിച്ചതുകൊണ്ടാണ്. ഈ പ്രഭാതത്തിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. അപ്പോൾ നീ 100 മേനി കൊയ്യും. എല്ലാ കണ്ണുകളും ദൈവസ്ഥലടയട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. സ്വർഗമേ, എൻ്റെ കൂടെ ചേർന്നൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഈ പ്രഭാതത്തിൽ ഞാൻ ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക. എവിടെ ഇരുന്ന് ഈ സന്ദേശം കേട്ടാലും വലിയ ദൈവത്തിൻ്റെ കൊയ്ത്തവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. കണ്ണുനീരോടെ ഇന്നലകളിൽ കരഞ്ഞതിന് ആർപ്പോടെ കൊയ്യുന്ന ഒരു സീസൺ ദൈവം തിരിക്കണമേ. ഞാൻ ഈ ജനത്തെ അങ്ങനെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുക. അവരുടെ ജീവിതത്തിനകത്തുള്ള ക്ഷാമങ്ങളെ ഞാൻ ബ്രേക്ക് ചെയ്യുക. വലിയൊരു പ്രോസ്പെരിറ്റി അവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. അർഹതയില്ലാത്തത് കൊയ്യുവാൻ സ്വർഗം ഇടവരുത്തണമേ. ഞാൻ അങ്ങനെ വചനമയക്കുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹയുടെയും നാമത്തിൽ ഞാൻ ഈ ജനത്തെ അങ്ങനെ ബ്ലസ് ചെയ്യുക. ഈ പ്രഭാതത്തിൽ അർഹതയില്ലാത്ത നന്മകൾ, അവരുടെ ഉപജീവന മേഖലകൾ, അവരുടെ ഭാവി മേഖലകൾ, വിദ്യാഭ്യാസ മേഖലകൾ, കുടുംബപരമായി, സഭപരമായി, മിനിസ്ട്രിപരമായി അവർ കൊയ്തെടുക്കട്ടെ. ജനത്തെ ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യുക. സ്വർഗം അങ്ങനെ ചെയ്യും. യേശുവിൻ നാമത്തിനെ ആമേൻ. അതേ പ്രിയരെ, ഈ പകൽക്കാലം കണ്ണുനീരോടെ വിതച്ച നീ ആർപ്പോടെ കൊയ്യാൻ പോകുക. കാരണം ദൈവം നിന്നെ അനുഗ്രഹിച്ചു കഴിഞ്ഞു. ദൈവം നിന്നെ അനുഗ്രഹിച്ചു കഴിഞ്ഞു. ദൈവം അനുഗ്രഹിച്ചു എന്നതിൻ്റെ തെളിവ് നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുന്ന കൊയ്ത്താണ്. നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുന്ന 100% കൊയ്ത്താണ്. അതിനുവേണ്ടി ഈ പകൽക്കാലം ലെറ്റ് us start our journey with Holy Spirit. പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഈ പ്രഭാതം നമുക്ക് ആരംഭിക്കാം. ഈ ദിവസം പരിശുദ്ധാത്മാവിനോട് പറ, ഹോളി സ്പിരിറ്റ് ലീഡ് മീ ടുഡേ. ദൈവമേ, പരിശുദ്ധാത്മാവേ, എന്നെ ഇന്ന് ഈ പകൽക്കാലം, ഈ ദിവസം എന്നെ നയിച്ചാലും അതേ ദൈവത്തിൽ നിന്ന് വൻ കാര്യങ്ങൾ പ്രാപിക്കാം. ഈ പകൽക്കാലം ചിലത് കൊയ്തെടുക്കാം. ഗോഡ് ബ്ലസ് യു. ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.